എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആൽബർട്ടും റോബിച്ചിനോട് ഇന്ന് സംസാരിക്കുവാണ്. അന്നേരം ആൽബർട്ട് പറയുന്നുണ്ട്, നമുക്ക് 3 പേർ കൂടി ചെന്ന് ലാലിച്ചിനോട് പറയാം, ഈ പരിപാടി ഇവിടെ നടക്കുകയില്ല, ഈ പെണ്ണിനെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുകയില്ല എന്ന് തന്നെ പറയാം എന്ന് പറയുമ്പം, നമ്മളങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാലിച്ച് മുഖത്തടിച്ച പോലെ ഇറങ്ങി പോകാൻ പറയും, അതേ നടക്കുകയുള്ളൂ എന്ന് പറയുമ്പം വീണ്ടും ആൽബർട്ട് പറയുന്നുണ്ട്, അതിന് നമുക്ക് ലാലിച്ചിനോട് നേരിട്ട് പോയി പറയണ്ട, ആ പെണ്ണിനെ ആരും അറിയാതെ നല്ല രീതിയിൽ അങ്ങ് ഭീഷണിപ്പെടുത്താം എന്ന് പറയുക. അന്നേരം എന്നാ പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുന്നേ, അവളെ അവിടെ നിന്ന് ഇറക്കി വിടുമെന്ന് പറഞ്ഞു, അത് നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിക്കുമ്പം ആൽബർട്ട് പറയുന്നുണ്ട്, അങ്ങനെയല്ലെന്നേ, നീ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പോലീസും പട്ടക്കാരും അതുപോലെ ബന്ധുക്കളും അങ്ങനെ 10-100 പേര് ഇങ്ങോട്ട് വരും, ആകെ പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞങ്ങ് പേടിപ്പിക്കാം. അവൾക്ക് സഹായത്തിന് വേറെ ആരുമില്ലല്ലോ, അവളുടെ നിലയിൽ അത്ര പന്തിയല്ല എന്ന് തോന്നുമ്പോൾ അവൾ തന്നെ വേണമെങ്കിൽ അവിടുന്ന് പൊയ്ക്കോളും, അല്ലെങ്കിൽ മാറി താമസിക്കാം എന്ന് അവൾ തന്നെ സമ്മതിച്ചോളും, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ പറയുമ്പം, അങ്ങനെ എന്തെങ്കിലും ചെയ്താലേ പറ്റത്തുള്ളൂ, അവളെ ഒന്ന് പേടിപ്പിക്കണം, അങ്ങനെയായാൽ എന്തെങ്കിലും നടക്കും, അല്ലാതെ ലാലിച്ചിൻ്റെ അടുത്ത് പറഞ്ഞ ഇതൊന്നും സാധിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ റോബർട്ട് പറയുന്നുണ്ട്. ഇവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും അങ്ങോട്ടേക്ക് ആൻസിയും ഷെറിനോട് വരും. എന്നിട്ട് ആൻസി റോബിച്ചിനോട് പറയുവാണ്, റോബിച്ച ഇവൾക്ക് ഇപ്പോൾ ടോണിയെ കാണണം എന്ന് പറഞ്ഞാൽ ആകെ ബഹളം വെക്കുവാണ് എന്ന്. അന്നേരം ടോണിയോ, അവനെ എങ്ങനെ കാണാനാ, അവൻ നിന്നെ ഉപേക്ഷിച്ച് പോയായിരുന്നു, നിനക്ക് അറിയത്തില്ലേടി എന്ന് ചോദിക്കുമ്പോൾ, എന്നെ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല, ടോണിച്ചാൻ എന്നെ നല്ല ഇഷ്ടമാണ് എന്ന് പറയും. അന്നേരം ദേഷ്യം വന്നിട്ട് ആൽബർട്ട് അങ്ങ് ചാടി എഴുന്നേക്കും. എന്നിട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണല്ലോ നിന്നെ ഇവിടെ കൊണ്ട് തള്ളിയിട്ട് പോയത്, നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിലേ നീ അവൻ്റെ കൂടെ മര്യാദയ്ക്ക് ജീവിക്കണമായിരുന്നു എന്ന് പറയുമ്പോൾ, എനിക്ക് എൻ്റെ ടോണിച്ചായനെ ഇഷ്ടമാണ്, എന്നെ അവിടെ കൊണ്ട് വിട്ടാൽ മതി, ടോണിച്ചായൻ്റെ കൂടെ ഞാൻ പോയിക്കോളാം എന്നൊക്കെ പറയുമ്പം ആൽബർട്ട് പറയുന്നുണ്ട്, അതെ നിന്നെ അവൻ്റെ കൈ കൊണ്ട് ഏൽപ്പിച്ചതായിരുന്നു ഞങ്ങൾ, അവൻ കോഹിന്നൂർ കൊണ്ട് നടക്കുന്ന പോലെ കൈവെള്ളയിലല്ലായിരുന്നു നിന്നെ കൊണ്ട് നടന്നത്, ഈ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇത്രയും നല്ലൊരു ജീവിതവും സുഖവും കിട്ടിയിട്ടുണ്ടായിരുന്നോ, അതല്ലേ നീ കൊണ്ട് തൊലച്ചത്, നിനക്ക് നിൻ്റെ അവിഹിതത്തിൽ പിഴച്ചുണ്ടായ കൊച്ചിനെ വേണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചു, അങ്ങനെയല്ലേ അവൻ നിന്നെ ഇവിടെ കൊണ്ട് വിട്ടിട്ട് പോയത്, ഇപ്പം നിനക്ക് മതിയായില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ഷെറിൻ പറയുന്നുണ്ട്, അതിന് ടോണിച്ചാൻ എന്നോട് ഒരു ദേഷ്യമില്ലല്ലോ, എൻ്റെ കുഞ്ഞിനെ കണ്ടുപിടിച്ച് തരാമെന്ന് ടോണിച്ചായ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് റോബർട്ട് ചോദിക്കുക, അതെങ്ങനെയാണ് നിനക്ക് നിൻ്റെ കുഞ്ഞിനെ കിട്ടുന്നത്, അതിന് മഞ്ഞപ്പിത്തം വന്ന് മരിച്ചു പോയില്ലെന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ കുഞ്ഞ് മരിച്ചു പോയിട്ടൊന്നുമില്ല, നിങ്ങൾ നുണ പറയുന്നത്, അതേതോ അനാഥാലയത്തിലുണ്ട്, എൻ്റെ ടോണിച്ചായൻ എനിക്ക് എൻ്റെ കൊച്ചിനെ കൊണ്ട് തന്നോളൂ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേ, എനിക്ക് എൻ്റെ കൊച്ചിനെ തന്നാൽ മതി, ടോണിച്ചായനെ വേണ്ട എന്ന് പറയുമ്പോഴത്തേക്കും, ദേ മര്യാദയ്ക്കിരുന്നോണം, നിൻ്റെ നാക്ക് എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, ഒരെണ്ണം വെച്ച് തരും എന്നൊക്കെ പറഞ്ഞ് ആൽബർട്ട് ദേഷ്യപ്പെട്ട് കൈ ഓങ്ങിക്കൊണ്ട് ചെല്ലുക. അന്നേരം ആൻസി, ഇതെന്താ ആൽബർട്ട് ഇതിൻ്റെ കാര്യം അറിയത്തില്ലേ, ഇതിൻ്റെ സ്വഭാവം അറിയത്തില്ലേ, ഇതിന് ബോധമുണ്ടോ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു, ഇടയ്ക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും അത് കേൾക്കുമ്പം ആൽബർട്ട് പറയുന്നുണ്ട്, എങ്കിൽ ഇവളെ എൻ്റെ മുന്നിൽ നിന്ന് കൊണ്ടുപോകും, എനിക്ക് ദേഷ്യം വരും, നല്ലൊരു ജീവിതം കിട്ടിയിട്ട് അതുകൊണ്ട് തൊലച്ചിട്ട് അവൾ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. അന്നേരം ഇത് നോക്കി കുറച്ച് നേരം ഇങ്ങനെ നിന്നിട്ട് ഷെറിൻ പോടാ എന്ന് പറയുവാണ് ആൽബിയോട്. അന്നേരം ചേട്ടനല്ലേ അതങ്ങ് ഇഷ്ടപ്പെടുകയില്ല, പിന്നെയും ദേഷ്യപ്പെടാൻ ചെല്ലുമ്പോഴത്തേക്കും റോബർട്ട് പറയുന്നുണ്ട്, നീ അവളെ കൊണ്ടേ ആ മുറിയിൽ അങ്ങനെ ആക്ക്, അല്ലെങ്കിൽ ചുമ്മാ പ്രശ്നമാകുമെന്ന് പറയുന്നു. അങ്ങനെ ആൻസി ഷെറിനെ വിളിച്ചുകൊണ്ട് അങ്ങ് പോവാണ്. മുറി കയറുന്നതിന് മുമ്പ് പിന്നെയും തിരിഞ്ഞ് നിന്ന് പോടാ എന്ന് പറഞ്ഞിട്ടാണ് ഷെറിൻ റൂമിലേക്ക് കയറി പോകുന്നത്. നല്ല ദേഷ്യം വരുന്നുണ്ട് ആൽബർട്ടിന്. പിന്നെ കാണിക്കുന്ന അലീനയാണ്. അലീനയ്ക്ക് അവിടെ വലിയ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെടിയൊക്കെ വാടി നിൽക്കുന്നു, അതൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് വൃത്തിയാക്കുവാണ്, കരിഞ്ഞ ഇലയൊക്കെ കട്ട് ചെയ്ത് കളയുന്നു. എന്നിട്ട് ഇത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ആൻ്റപ്പൻ വരുന്നത്. ആൻ്റപ്പൻ ഓടി വന്നിട്ട്, അയ്യോ കൊച്ചേ, മോൾ ഇതൊന്നും ചെയ്യണ്ട, ആകെ പ്രശ്നമാകും, സാറ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനിത് ബൈജുവിനെ കൊണ്ട് ചെയ്യിപ്പിച്ചോളാം എന്ന് പറയുമ്പം, ഇന്നലെ ഒന്നും ഇതിന് വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല, ഇതെല്ലാം വാടി നിൽക്കുമായിരുന്നു ആൻ്റപ്പ ചേട്ടാ എന്ന് പറയുമ്പോൾ, ഞാൻ ബൈജുവിനെ കൊണ്ട് ചെയ്യിപ്പിച്ചോളാം എന്ന് പറയും. അന്നേരം അലീന, ഇതൊന്നും ഇന്നലെയും ചെയ്തിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഈ ചെടികളൊക്കെ വാടിയത് എന്ന് പറയുക. അന്നേരം ആൻ്റപ്പൻ പറയുന്നുണ്ട്, മോളിത് സാബിനോട് പറയരുത്, ബൈജുവിൻ്റെ ജോലി പോകുമെന്ന്. അന്നേരം ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് അലീന തന്നെ അത് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ വല്യപ്പച്ചൻ വരുന്നത് കാണുന്നത്. അന്നേരം ആ കത്രിക എടുത്ത്, ഇനി ഇത് ആൻ്റപ്പച്ചേട്ടൻ പിടിച്ചോ എന്ന് പറഞ്ഞ് കയ്യിലോട്ട് കൊടുത്തിട്ട് അലീന ഓടിച്ചെല്ലും. അന്നേരം വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് വല്യപ്പച്ചൻ ചോദിക്കും, ഞാൻ വരുന്നത് നോക്കിയിരിക്കുമായിരുന്നു ഓടി എന്ന്. അന്നേരം പിന്നല്ലാണ്ട് ഇന്ന് വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു, ഏതായാലും പെട്ടെന്ന് ഇങ്ങ് പോരാൻ തോന്നിയല്ലോ, എത്ര ദിവസമായി ഇവിടുന്ന് പോയിട്ട്, ഞാൻ നോക്കി ഇരിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ, എത്ര ദിവസമായിരുന്നോ, ഞാൻ ഇന്നലെയല്ലേ ഇവിടുന്ന് പോയതെന്ന് ചോദിക്കുമ്പോൾ, ഇന്നലെ ആയിരുന്നോ, ഒരു 3-4 ദിവസമായ പോലെ എനിക്ക് തോന്നുവാണ് എന്ന് പറയും. അന്നേരം വല്യപ്പച്ചൻ പറയുന്നുണ്ട്, അതേ സ്നേഹം കൂടുതലുണ്ടെങ്കിൽ അങ്ങനെയാ, ഒരു താമസിച്ചാലും അരമണിക്കൂർ മാറി നിന്നാലും അതൊരു 5 മണിക്കൂറായിട്ട് തോന്നും, അതങ്ങനെയാ എന്ന് പറയും. എന്നിട്ട് പിന്നെ എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷം, അതൊക്കെ പറ എന്ന് പറയുമ്പോഴത്തേക്കും വല്യപ്പച്ചൻ പറയുന്നുണ്ട്, ആകപ്പാട് കുളമായി കലങ്ങി മറിഞ്ഞിരിക്കുവാണ് എന്ന്. എന്നിട്ട് എന്നെ പറ്റി അവിടെ വെള്ളപ്പൊക്കമായിരുന്നോ എന്ന് അലീന ചോദിക്കുമ്പം, അതൊന്നും അല്ല,
ലാലിച്ചൻ്റെ ഭാര്യ വീട്ടുകാരെ എല്ലാം അറിഞ്ഞു. അവരുടെ ബന്ധുക്കളെ എല്ലാം വിളിച്ചു പറഞ്ഞ് ആകെ പ്രശ്നമാക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽപ്പുണ്ട്. അതുപോലെ അവിടെ വലിയ പ്രളയമാണ് ഉണ്ടായതെങ്കിൽ വലിയ സുനാമി ആയിരുന്നു എൻ്റെ വീട്ടിൽ. അവിടെ റോബർട്ടും ആൽബിച്ചിനും അതുപോലെ ഔസപ്പിച്ചനും എല്ലാവരും കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അവരെ എല്ലാം റീതാമ്മ വിളിച്ച് പറഞ്ഞു. അവിടെയും വലിയ ചുഴലിക്കാറ്റായിരുന്നു. അതിനേക്കാൾ വലിയതാണ് ഇനി ഇങ്ങോട്ട് വരാൻ പോകുന്നത്. ബന്ധുക്കളെല്ലാം അറിഞ്ഞ് ഒരു സുനാമിയായിട്ട് ഇങ്ങോട്ട് വരും എന്നൊക്കെ പറയുമ്പം അലീന ചോദിക്കും, ആകെ പ്രശ്നമാകുമോ, എന്നെ ഇവിടുന്ന് എല്ലാവരും കൂടെ പറപ്പിക്കുമോ എന്ന്. അന്നേരം നമുക്ക് നോക്കാം എന്ന് വലിയപ്പച്ചൻ പറയുന്നുണ്ട്. അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, എല്ലാവരോടും ഒരുമിച്ച് വന്ന് കേണൽ സാഹിബിനെ ഉപദ്രവിക്കുമോ, എന്തെങ്കിലും പ്രശ്നമാകുമോ എന്നൊക്കെ ചോദിക്കുമ്പം അതൊന്നും ഉണ്ടാകുകയില്ല. നിൻ്റെ പപ്പ ആരാന്നാ നിൻ്റെ വിചാരം? അവനൊരു സിംഹമല്ലേ, അതുകൊണ്ട് ആരും ഇങ്ങോട്ട് അടുക്കുകയില്ല എന്ന് പറയുമ്പോൾ, സിംഹമല്ല, ഒന്നാന്തരം കടുവയാണ്, അതെനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് ഇവിടെ എന്താ വിശേഷം എന്ന് ചോദിക്കും. അന്നേരം അലീന പറയും, ഇവിടുത്തെ വിശേഷം എന്താ, ഞാൻ പപ്പയ്ക്കെതിരെ സമരം തുടങ്ങിയെന്ന് പറയും. അന്നേരം സമരമോ, എന്നാ സമരമാണ് എന്ന് ചോദിക്കുമ്പോൾ, ഉപവാസമാണ് എന്ന് പറയും. അന്നേരം അതിൻ്റെ ആവശ്യമില്ലായിരുന്നു മോളെ, നീ ഉപവാസം എടുത്തിട്ടുണ്ടെങ്കിൽ മിക്കവാറും പട്ടിണി കിടന്ന് ചത്തുപോകും, അല്ലാതെ അവൻ്റെ മനസ്സിന് വലിയ മാറ്റമൊന്നും ഉണ്ടാകുകയില്ല എന്ന് പറയുമ്പം, അതെനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഞാൻ ഒന്നിടവിട്ട ദിവസമാണ് ഉപവാസം എടുക്കുന്നത്. ഇന്ന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നാളെ ഞാൻ മൂക്കുമുട്ട തിന്നും, അല്ലെങ്കിൽ ശരിയാകുകയില്ല എന്ന് എനിക്ക് മനസ്സിലായി എന്ന് അലീന പറയുന്നുണ്ട്. അന്നേരം വലിയപ്പച്ചൻ ചോദിക്കും, ഇത് അവൻ അറിഞ്ഞോ എന്ന്. ഞാൻ നേരിട്ട് പറഞ്ഞായിരുന്നു എന്ന് പറയുമ്പം, വേണ്ടായിരുന്നു മോളെ, പട്ടിണി ഇരിക്കുന്ന സമരമുറിയൊന്നും വേണ്ടായിരുന്നു, അത് ക്ഷീണമല്ലേ, വിശക്കുകയല്ലേ, അന്നേരം നീ എന്നെ ചെയ്യും എന്ന് ചോദിക്കുമ്പം അലീന പറയും, അതൊന്നും സാരമില്ലെന്നേ, സ്നേഹസദനത്തിൽ ഞാൻ ഇഷ്ടം പോലെ പട്ടിണി ഇരുന്നിട്ടുള്ളതാണ്, അതുകൊണ്ട് അതൊന്നും പ്രശ്നമില്ല, എൻ്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞതാട്ടോ, ഇനി കാല് മാറിയേക്കരുത് വലിയപ്പച്ചൻ എന്നോട് അലീന എൻ്റെ കൂടെ പറയും. അന്നേരം അതത്രയേ ഉള്ളൂ, ഞാൻ നിൻ്റെ കൂടെ തന്നെ നിൽക്കും, എന്നാലും ഇത് ആരോഗ്യം കളയുന്ന പരിപാടിയല്ലേ മോളെ, അതുകൊണ്ട് പറഞ്ഞതാ എന്ന് പറയുമ്പം, അതൊന്നും സാരമില്ല, നമുക്കിവിടെ വിജയിക്കണം വലിയപ്പച്ച എന്ന് പറയുമ്പോൾ, അതൊക്കെ നേരെ, ഏതായാലും ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് വലിയപ്പച്ചനകത്തേക്ക് പോവാണ്. അങ്ങനെ വലിയപ്പച്ചനകത്തോട്ട് ചെല്ലുമ്പം സ്റ്റാൻലി എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്, തോട്ടത്തിലെ കാര്യങ്ങളൊക്കെ. നീ ഫോണിലാണോടാ എന്ന് ചോദിക്കുമ്പോൾ, കഴിഞ്ഞു എന്ന് പറയും. എന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട്, ഇന്നലെയല്ലേ ഇവിടുന്ന് അങ്ങ് പോയത്, എന്നിട്ട് ഇന്ന് തന്നെ ഇങ്ങ് തിരിച്ചു പോന്നോ എന്ന് ചോദിക്കുമ്പം, തിരിച്ചു പോരാതെ എന്താ ചെയ്യുന്നത്, ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ രണ്ടുപേരും പരസ്പരം ഒന്ന് സംസാരിക്കുമോ, സ്നേഹത്തോടെ മിണ്ടുവോ, എന്തെങ്കിലും ചെയ്യുമോ, ഞാൻ പോയതിന് ശേഷം നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തായിരുന്നോ എന്ന് ചോദിക്കുമ്പം സ്റ്റാൻലി ഇല്ല എന്ന് പറയും. അത് തന്നെയാണ് കാര്യം, അതുകൊണ്ടാണ് ഞാനിങ്ങോട്ട് പോകുന്നത്, നിങ്ങളുടെ ഇടയ്ക്ക് നിന്ന് സംസാരിക്കാൻ ഒരാൾ വേണമല്ലോ, അതുകൊണ്ട് തന്നെയാണ് എന്ന് പറയും. അന്നേരം സ്റ്റാൻലി ചോദിക്കും, അവളുടെ കയ്യിലിരിപ്പ് അറിഞ്ഞായിരുന്നോ, അവളെ എനിക്കെതിരെ സമരം ചെയ്യാൻ പോകുന്നു, ഉപവാസം എന്ന് പേരുവിട്ട്, അതൊന്നും എൻ്റെ അടുത്ത് നടക്കുകയില്ലെന്ന് അങ്ങ് പറഞ്ഞു കൊടുത്തേരേ കേട്ടോ എന്നിങ്ങനെ പറയുമ്പം, അത് ഞാനും അറിഞ്ഞു, അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ വന്നത്, നീ ഒരു ഇഞ്ച് വിട്ടു കൊടുക്കണ്ടാ, അങ്ങനെ ഉപവാസ സമരം എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ, അത്രയ്ക്ക് അഹങ്കാരം കൊള്ളിയല്ലോ എന്നൊക്കെ പറയുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് ഈ പരിപാടിയൊന്നും നടക്കുകയില്ല എന്ന് നല്ല രീതിയിൽ അപ്പച്ചൻ അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയേരെ, ഒരു ഇഞ്ച് ഞാൻ വിട്ടു കൊടുക്കത്തില്ല, ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സ്റ്റാൻലിയാണ് എന്ന് പറയും, അല്ലാതെ അലീനെ അല്ലാന്നും എടുത്ത് പറയുന്നുണ്ട്. അന്നേരം വലിയപ്പച്ചൻ പറയുന്നുണ്ട്, അത് തന്നെ, പെൺപിള്ളേർക്ക് ഇത്ര അഹങ്കാരം കൊള്ളിയല്ല, വലിയ അഹങ്കാരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവളെ എവിടുന്നാണോ കൂട്ടിക്കൊണ്ട് വന്നത് അങ്ങോട്ട് തന്നെ ഇങ്ങ് തിരിച്ചു വിട്ടേക്കണം. അവൾക്ക് അച്ഛൻ്റെ വീട്ടുകാരും അച്ഛനും മാത്രമല്ലല്ലോ ഉള്ളത്, അമ്മയും അമ്മയുടെ വീട്ടുകാരും ഒക്കെ ഇല്ലേ, അങ്ങ് കൊല്ലപ്പള്ളിക്കാർക്കും അവളുടെ കാര്യത്തിൽ അധികാരമുണ്ട്, അതുകൊണ്ട് അവർ നോക്കട്ടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതങ്ങ് സ്റ്റാൻലിക്ക് ഇഷ്ടപ്പെടുകയല്ലേ. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട്, അങ്ങനെ ഒരു അമ്മയോ അമ്മ വീട്ടുകാരോ അവൾക്കില്ല, അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ 23 വർഷക്കാലം എൻ്റെ മകള് അനാഥാലയത്തിൽ കഴിയേണ്ടി വന്നത്, അതിനെപ്പറ്റി ഓർക്കുമ്പം എനിക്ക് അവരോടുള്ള ദേഷ്യവും വൈരാഗ്യവും കൂടി വരിക, അതൊട്ടും കുറയുകയില്ല എന്ന് പറയുമ്പം വലിയപ്പച്ചൻ പറയുന്നുണ്ട്, അപ്പോഴും നീ ഒരു കാര്യം മറന്നു പോകരുത്, അവരാണ് നിൻ്റെ മകളെ നിൻ്റെ കയ്യിൽ എത്തിച്ചു തന്നത്, അത് പറ്റില്ലല്ലോ എന്ന് പറയുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, അവരല്ല എൻ്റെ മകളെ എൻ്റെ കയ്യിലേക്ക് എത്തിച്ചത് ബാലചന്ദ്ര മേനോനാണ്, അയാൾ മാന്യനായതുകൊണ്ട് എൻ്റെ മകളെ എനിക്ക് തിരിച്ചു കിട്ടി, അല്ലെങ്കിൽ ഇപ്പോഴും അവൾ അനാഥാലയത്തിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിട്ട് ജീവിക്കേണ്ടി വന്നേനെ എന്ന് പറയുവാണ്. അന്നേരവും വലിയപ്പച്ചൻ ഒന്നുകൂടി ഒന്ന് ചൊറിഞ്ഞു നോക്കുവാണ്, അങ്ങനെയൊക്കെ പറഞ്ഞാലും അവളുടെ കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുന്നത്, ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് കേട്ട് അനുസരിച്ച് ഇവിടെ നിൽക്കണം, അതല്ലെങ്കിൽ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും മാറ്റണം, അതാടാ ചെയ്യേണ്ടത് എന്നൊക്കെ പറയുമ്പം ഇങ്ങനെ കുറച്ചു നേരം നോക്കി എന്നിട്ട് സ്റ്റാൻലി ചോദിക്കും, എന്തിനാ ഇങ്ങോട്ട് ഇപ്പോൾ പെട്ടെന്ന് തിരിച്ചു പോകുന്നത്, എന്നെ കാണാൻ വേണ്ടിയിട്ടല്ലല്ലോ, അവളെ കാണാൻ വേണ്ടിയിട്ടല്ലായിരുന്നോ, എന്നിട്ട് ആരോടാ ഈ പ്രസംഗമൊക്കെ നടത്തുന്നത്, എന്തിനാ എൻ്റെ മുന്നിലിരുന്ന് അഭിനയിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാകിയല്ല എന്നാണോ അപ്പച്ചൻ്റെ വിചാരം എന്നിങ്ങനെ ചോദിക്കും. അന്നേരം ചിരിച്ചുകൊണ്ട്, അതൊക്കെ നീ അങ്ങ് കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്കറിയാം, എൻ്റെ മുമ്പിലിരുന്ന് അഭിനയിക്കുമൊന്നും വേണ്ട, എന്താണ് മനസ്സിലിരിപ്പെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ ഇരിക്കുന്നത് എന്ന് സ്റ്റാൻലി പറയുമ്പം വലിയപ്പച്ചൻ പറയുന്നുണ്ട്, അതൊക്കെ നേരാ, പക്ഷേ അവൾ അനുസരിക്കണ്ടേടാ, അനുസരണക്കേട് കാണിച്ചാൽ എങ്ങനെയാണ്, പിന്നെ
ഞാൻ ഇങ്ങോട്ട് വന്നത് അവളെ പിന്തുണയ്ക്കാൻ വേണ്ടി മാത്രമൊന്നുമല്ല, നിനക്ക് നല്ല ഒന്നാം തരം പിന്തുണ തരാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ എനിക്ക് ആരുടെയും പിന്തുണയുടെ ആവശ്യമില്ല എന്ന് പറയും. അന്നേരം നിൻ്റെ അഹങ്കാരത്തിന് കുറവൊന്നുമില്ല, എങ്കിലും ഒരു കാര്യം എന്നെങ്കിൽ നീ കേട്ടു, നിൻ്റെ ഭാര്യ വീട്ടുകാർ റീത്താമ്മ ഇവിടുന്ന് പോയതിന് ശേഷം അവിടെ പോയി ആകെ പ്രശ്നമാക്കി അവളുടെ ആങ്ങളമാരെ എല്ലാം വിളിച്ചു കൂട്ടി നിനക്കെതിരെ യുദ്ധത്തിന് പുറപ്പെടുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ വീട്ടിലേക്കും നമ്മുടെ വീട്ടുകാരെയും ബന്ധുക്കളെയും എല്ലാം അവൾ വിളിച്ചറിയിച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും കൂടി ഒരു യുദ്ധത്തിന് ഇങ്ങോട്ട് വരാനുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് നിനക്ക് നല്ലൊരു പിന്തുണ തരാൻ വേണ്ടിയാണ് ഞാനിങ്ങോട്ട് വന്നത് എന്ന് വലിയപ്പച്ചൻ പറയുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, എനിക്ക് ആരുടെയും പിന്തുണയുടെ ആവശ്യമൊന്നുമില്ല, അവരെല്ലാവരും ഇങ്ങോട്ട് വരട്ടെ, അന്നേരം പറയേണ്ടത് എന്താണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ ആ രീതിയിൽ തന്നെ പറഞ്ഞോളാം എന്നും പറയുന്നു. അന്നേരം വലിയപ്പച്ചൻ ചോദിക്കുന്നുണ്ട്, അതെ ഇനി ഞാൻ അലീനയോട് എന്താ പറയേണ്ടത്, അത് നീ പറയുന്നു. അന്നേരം പ്രത്യേകിച്ച് ഒന്നും പറയണ്ട, അവളെ എരികേറ്റാതിരുന്നാൽ മതി എന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോഴും സ്റ്റാൻലി ഭയങ്കര ചിന്തയിലാട്ടോ, ഇനി എല്ലാവരും കൂടെ പടയെടുത്ത് വരുമ്പം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നായിരിക്കും ചിന്തിക്കുന്നത്. എന്തായാലും അത് കഴിഞ്ഞ് നേരെ വലിയപ്പച്ചൻ അലീനയുടെ റൂമിലോട്ട് ചെല്ലുന്നു. അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും കേണലിനോട് പറഞ്ഞോ, എന്താ കേണലിൻ്റെ അഭിപ്രായം എന്നൊക്കെ ചോദിക്കുമ്പം അവനെ ഇത്തിരി ദേഷ്യത്തില്ല, എന്നോടും ഇത്തിരി ദേഷ്യത്തില്ല. ഏതായാലും നിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് അനുസരണക്കേടുണ്ടെങ്കിൽ നിന്നെ ആ പാലായിലേക്ക് തന്നെ വണ്ടി കയറ്റി വിട്ടോളാനും ഞാൻ പറഞ്ഞു എന്ന് പറയും. അന്നേരം അലീന ചോദിക്കും, അങ്ങനെ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് എന്ന്. അന്നേരം അവനൊരു പിടി തരുന്നില്ലെന്നേ, അതാ പ്രശ്നം എന്ന് പറയും. എന്നിട്ട് അലീനയോട് ചോദിക്കും, വേണോ മോളെ, ശരീരം കേടാക്കുന്ന പരിപാടിയായ ഉപവാസം, ഇത് നീ ചെയ്യണോ എന്ന് ചോദിക്കുമ്പം അലീന പറയുവാണ്, അത് സാരമില്ല, ഒരാളുടെ മനസ്സിൻ്റെ കേട് ഒഴിവാക്കാൻ വേണ്ടിയുള്ളതല്ലേ, അത് ഞാൻ ചെയ്തോളാമെന്ന്. അന്നേരം അപ്പച്ചൻ പറയുന്നുണ്ട്, ഇത് അവൻ കേട്ടിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകുമെന്ന്. അന്നേരം അലീന പറയുവാണ്, അതെ ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, പപ്പയും പപ്പയുടെ ഭാര്യ വീട്ടുകാരും മക്കളും ഒക്കെ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതെന്താണ് എന്ന് വലിയപ്പച്ചൻ എന്നോട് പറയുന്നുമില്ല എന്ന് പറയുമ്പോഴത്തേക്കും വലിയപ്പച്ചൻ പറയുക, അതെന്തൊക്കെയാണെന്ന് എനിക്ക് അറിയത്തില്ല മോളെ എന്ന്. അന്നേരം അലീന ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് വലിയപ്പച്ചനോട് ചോദിക്കും, ഇത് ഈ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലം ഇവിടുന്ന് ഒരുപാട് ദൂരെയൊന്നും അല്ലല്ലോ, എന്നിട്ടും ഒരു തവണ പോലും പപ്പയുടെ ഭാര്യ ഇങ്ങോട്ട് വന്നിട്ടില്ല, അതെന്താ അവരിങ്ങോട്ട് വരാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നും ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന വലിയപ്പച്ചനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്, ഇന്നെന്തോ പ്രൊമോ ഇട്ടിട്ടുണ്ട്. പ്രൊമോയിൽ അലീന ആകെ വിഷമത്തിൽ സങ്കടം പറയുന്നുണ്ട് കേട്ടോ, സ്റ്റാൻലിയെക്കുറിച്ചാന്ന് തോന്നുന്നു. സ്നേഹിക്കുന്നില്ല, പ്രത്യേകിച്ചൊരു ഇൻറ്റിമസി ഒന്നും ഇല്ലല്ലോ, അടുത്ത് പോയി ഒന്ന് മോളേന്ന് വിളിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ, അതിൻ്റെ സങ്കടം പറയുവാണ്. ഒന്ന് മോളേന്ന് വിളിച്ചായിരുന്നെങ്കിൽ, ഒന്ന് ചേർത്ത് പിടിച്ചായിരുന്നെങ്കിൽ എൻ്റെ എല്ലാ സങ്കടവും മാറിയേനെ, ഞാൻ ആ കാൽക്കൽ പോയി വീണേനെ എന്നൊക്കെ പറയുമ്പോഴേക്കും അത് കേട്ട് നിൽക്കുന്ന വലിയപ്പച്ചനും ഭയങ്കര സങ്കടമാകുന്നുണ്ട്. അതുപോലെ അങ്ങ് പുനലൂരിൽ നിന്ന് ആൽബി ഫോൺ വിളിക്കുന്നുണ്ട് സ്റ്റാൻലി. എന്നിട്ട് അലീനെ പറ്റി കുറേ പരാതിയൊക്കെ പറയുന്നുണ്ട്, അവൾ അവിടെ അങ്ങനെ നിർത്തേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾക്ക് നാണക്കേടാന്ന് പറയുമ്പം അവൾ ഇവിടെ തന്നെ നിൽക്കും, എൻ്റെ മകൾ അനാഥാലയത്തിൽ അനാഥയായിട്ട് ജീവിക്കുന്നേക്കാൾ നല്ലത് എൻ്റെ അവിഹിതത്തിലുണ്ടായ സന്തതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൾ എൻ്റെ കൂടെ താമസിച്ചോട്ടെ, അതാ നല്ലതെന്ന് പറയുമ്പം അത് ചേട്ടൻ മാത്രം തീരുമാനിച്ച് പോരല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവരെ. എന്നാലും ഇതെല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ കൂടെ അലീനയുടെ ഈ ഉപവാസവും കൂടെ ആകുമ്പോഴത്തേക്കും നല്ല കട്ടക്കലിപ്പിലാണ് സ്റ്റാൻലി, ദേഷ്യപ്പെട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.